ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കേഴ്സ് ബ്യൂട്ടി വിത്ത് ബിന്ദു. അപ്പോൾ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഷോർട്സ് കണ്ടിട്ടാവും വന്നിട്ടുണ്ടാവുക കൂടുതൽ പേരും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചോക്കർ സെറ്റാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് റേറ്റിനാണ് അവർ പറയുക. അതിന് മേക്കിംഗ് ചാർജൊക്കെ കൂട്ടിയിട്ടാണ്. അതിൻ്റെ എത്രയോ കുറച്ച് വില മാത്രം മതി. കുറച്ച് എഫേർട്ടും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിനുള്ള ഡ്രസ്സിന് മാച്ചുള്ള ഓർണമെൻറ്റ്സൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ട്രെൻഡിങ് നമ്മുടെ ഇൻവിസിബിൾ ചെയിനാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്ലാസ് ഷീറ്റാണ് എടുത്തേക്കുന്നത്. അത് 4 രൂപയുള്ള ആ ഷീറ്റിന് ഒന്ന് നമ്മൾ ബട്ടൺ ഹൗസ് അങ്ങനെ ഈ ത്രെഡിൻ്റെ ഒക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഈ ബീഡ്സും ഒക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരുപാട് പൈസയൊന്നുമില്ല, ഒരു 150 രൂപ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ആദ്യം ഞാൻ കുന്തൻ സ്റ്റോൺസ് ആണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സാധാ ഒരു പൊട്ടിയൊരു ഫോണ്ട് ഷീറ്റ് ഉണ്ടായിരുന്നു, ഒരു ഗ്ലേസിങ്ങിന് വേണ്ടി എടുത്താൽ. നിങ്ങൾക്ക് സാധാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്താലും മതി. ആ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ചുറ്റോറം ഞാനിവിടെ ഒരു പൂവിൻ്റെ ഡിസൈനാണ് എടുക്കുന്നത്. ആ ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മൾ 6 എണ്ണമാണ് ഞാൻ ചെയ്യണത്. 6 എണ്ണം അതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഈ സ്റ്റോൺസ് കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് നമ്മൾ വെട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് കളയേണ്ടി വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു പിന്ന് കിട്ടും. നമ്മൾ കമ്പി തന്നെ വളഞ്ഞിട്ട് നമ്മൾ കമ്മലുണ്ടാക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനത്തെ ഒരു പിന്ന്. അത് ഞാൻ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് അതൊന്ന് വളച്ചെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇൻവിസിബിൾ ചെയിന് മാത്രമല്ല, ഒറ്റ സ്ട്രിങ് അല്ലല്ലോ, നമ്മൾ 2 സ്ട്രിങ് വരുന്ന ചോക്കർ പോലെയാണ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഹുക്ക് വേണം. അപ്പോൾ ഞാനങ്ങനെ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ വളച്ചെടുത്ത് നമ്മൾ ഈ ചോക്കറിൻ്റെ മീൻസ് ആ ലോക്കറ്റിൻ്റെ ബാക്കിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന പശ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് 65 രൂപ അത്രയാണ് റേറ്റ് വരുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് ഒട്ടിക്കാൻ പറ്റും, നല്ലോണം സ്ട്രോങ്ങിൽ നിന്നോളും. നമ്മൾ ആ ബാക്കിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മളത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ ചെയിൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. ചെറിയൊരു ബീഡ്സ് പോലത്തെ ബീഡ്സ് അല്ല, അതിനുവേണ്ടി നമുക്കൊരു പ്ലയറും കൂടി വേണം, ചെറിയ പ്ലയറും കൂടി വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ അളവിനെടുത്തിട്ട് നമ്മൾ ഈ ഇൻവിസിബിൾ ചെയിനിൻ്റെ ഗിയർ വയർ റിങ്ങിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ നേരത്തെ കണ്ട ഒരു വൈറ്റ് റിങ് അതിൽ കിട്ടുന്നത് 40 രൂപ അതിന് വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മുടെ കഴുത്തിൻ്റെ അളവിന് നമ്മൾ അതിനായിട്ട് ഒരു പൊടിക്ക് അളവ് കൂട്ടിയിട്ട് നമുക്ക് എടുക്കുക. നമുക്കിത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നീളം കുറയും. ഇനി എങ്ങാനും തെറ്റി കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കളയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മളത് അളവിനെടുക്കുക. എടുത്തിട്ട് അത് മടക്കിയിട്ട് ആ മടങ്ങി വരുന്ന തുമ്പ്, എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് 2 ഓപ്പൺ ആയിരിക്കും, ഒരു സൈഡ് കൂടിയിട്ടാവും. ആ കൂടിയ തുമ്പിലേക്ക് ഈ 2 റിങ്ങും കൂടിയിട്ട്, ഈ 2 സ്ട്രിങ്ങും കൂട്ടിയിട്ട് ഒരു മണി കയറ്റി കൊടുക്കുക. ഗിയർ ലോക്ക് കയറ്റി കൊടുക്കുക. ഞാൻ പറയാൻ എനിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഒരു ചെറിയ റിങ്, അതാണ് ചെറിയ ഗിയർ ലോക്ക്. അത് കയറ്റി കൊടുത്തതിന് ശേഷം ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് അത് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നീങ്ങാണ്ട് അവിടെ നിന്നു. ഈ തുമ്പത്ത് കാണുന്നത് നീങ്ങാണ്ട് അവിടെ നിന്നോളും. അതിന് ശേഷം നമ്മൾ ഒരു ഗോൾഡൻ ബീഡ്സ് അതും വാങ്ങിക്കാൻ കിട്ടും. 20 രൂപ അത്രയ്ക്ക് തന്നെ വരുന്നുള്ളൂ. ആ ബീഡ്സും കൂടി അതിലേക്ക് കയറ്റി കൊടുത്തിട്ട് പിന്നെ ഈ ഗിയർ ലോക്ക് തന്നെ ഇടുക. അങ്ങനെ നമ്മൾ തുമ്പ് കറക്റ്റായി. ഇനി നമ്മുടെ ലോക്കറ്റ് കയറ്റാൻ പോവുക. അതിന് മുന്നേ ലോക്കറ്റ് അങ്ങോട്ട് നീങ്ങൂല. അപ്പോൾ നമ്മൾ പിന്നെയും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 2 സൈഡും 2ൽ നിന്നും കൊടുക്കാണ്ട് ഓരോ സ്ട്രിങ് എടുത്തിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് 2 അകലത്തിലാണ് എടുക്കേണ്ടത്. ആ 2ൽ കൂടി നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. പിന്നെയും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ സെറ്റായി. അതിന് ശേഷം നമ്മൾ ഈ ലോക്കറ്റ് കയറ്റി കൊടുത്തേക്കുന്നുണ്ട്. ലോക്കറ്റ് ഇങ്ങനെ നമ്മൾ ലോക്കറ്റ് കയറ്റി കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. ഇത് നമ്മൾ ഈ 3 എണ്ണം വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് ഇങ്ങനെ ഉണ്ട്. നമുക്ക് കഴുത്തിലേക്ക് ഇങ്ങനെ കുറച്ച് 2ഉം ഇങ്ങനെ ഡയമെൻഷനായിട്ട് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കയറ്റി കൊടുക്കുക. ഞാൻ 2 എണ്ണം അതായത് ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചെയ്ത സംഭവം സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ 4 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ അതെ ഞാൻ ആ ലോക്കറ്റ് കയറ്റി. അതിന് ശേഷം ഞാൻ ആ ഗ്ലൂ തേച്ചിട്ട് നമ്മൾ അതവിടെ സെക്യൂർ ചെയ്ത് വെക്കേണ്ടത്. അത് എന്തിനാണെന്ന് വെച്ചാൽ
ഞാൻ നമ്മൾ ആ ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മൾ ലോക്കറ്റ് ഇടുമ്പോൾ ലോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താ പറയുക ആ സംഭവം ഉണ്ടല്ലോ ബീഡ്സ്, അത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. പക്ഷെ അത് ആ ബീഡ്സ് നമ്മൾ പുറത്തേക്ക് കാണുന്നതാണ് കുറച്ചുകൂടി ഭംഗി, കുറച്ചുകൂടി ലുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആ പശ തേച്ച് എല്ലാ തരം സാധനങ്ങളും ഈ പശയിലോട്ട് ഇട്ടാൽ അത് നമ്മൾ കുറച്ചിങ്ങനെ നീട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ പിന്നെയും ഇതന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടു, പിന്നെ ഒരു ബീഡ് ഇട്ടു, പിന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടു, അതവിടെ സെക്യൂർ ചെയ്ത് വെച്ചു. അങ്ങനെ ഞാൻ അടുത്തതും കൂടി കയറ്റി. കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, നമ്മൾ ശരിക്കും ഒരു ഗിയർ ലോക്ക് ഇടുക, പിന്നെ ഒരു ബീഡ് ഇടുക, പിന്നെ ഒരു ഗിയർ ലോക്ക് ഇടുക, പിന്നെ നമ്മൾ ഈ ലോക്കറ്റ് കയറ്റുക, പിന്നെ ഒരു ഗിയർ ലോക്ക് ഇടുക. പക്ഷേ ഈ അടുത്ത് ഇടുമ്പോൾ നമ്മൾ പശ ഒട്ടിച്ചിട്ട് കുറച്ച് നീക്കിക്കണണ്ട. അപ്പോൾ നമ്മൾ ഈ പുറത്ത് നമ്മൾ ശരിക്കും കഴുത്തിലിട്ടതിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ ഈ സൈഡ് ഭാഗത്തൊക്കെ ആ ബീഡ്സും ചെറിയ ഗിയർ ലോക്കും കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാവും കേട്ടോ. നമ്മൾ പശ തേച്ചിട്ട് കുറച്ച് നേരം വെക്കുക, കുറച്ച് നേരം നിൽക്കണം, എങ്കിലേ നമ്മളത് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പം തന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 2 റിങ്ങും കൂടി സെറ്റ് ചെയ്ത് 4 എണ്ണം ലോക്കറ്റ് വെച്ചു. ഇപ്പം ഞാൻ ചെയ്യണത് എല്ലാം കൂടി 2ഉം കൂടി കൂട്ടിയിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ആ ബാക്കി വന്ന തുമ്പില്ലേ, ആ തുമ്പ് മടക്കി ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഞാൻ ഗിയർ ലോക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തവിടെ വെക്കണം. നമ്മുടെ മാലയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മാലയ്ക്ക് ലോക്കറ്റ് ഇടുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ വട്ടക്കണ്ണികൾ കിട്ടും, 10 രൂപയുള്ള കേട്ടോ പാക്കറ്റിന്. അത് നമുക്ക് എത്ര വേണമെങ്കിലും, എത്ര നീളത്തിൽ വേണമെങ്കിൽ ഇടാം. ഇനിയിപ്പോൾ നിങ്ങളുടെ മാല ചെറുതായിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ എടുക്കുക, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നീട്ടിയെടുക്കാം. മനസ്സിലായി? എന്നിട്ട് ഞാൻ ആ ലോക്കറ്റുകൾ 2ഉം ഇങ്ങനെ തുറക്കാൻ കിട്ടും. അങ്ങനെ എല്ലാ ലോക്കറ്റുകളും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് അത് ആ ലോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മളിതാ കയറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമ്മളിത് ഈ കുളത്ത് വാങ്ങിക്കാൻ കിട്ടും, അതിനും പാക്കറ്റിന് 10 അതിന് ഒരു കുളത്തെടുത്തിട്ട് അപ്പുറത്ത് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചില്ലേ ഇങ്ങനെ ബീഡ്സ്, ആ തുമ്പത്തേക്ക് ഇതും കയറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയുള്ള പരിപാടി. നമുക്ക് ഇഷ്ടമുള്ള അളവിന് കയറ്റി കൊടുക്കാം. ബാക്കിയതൊക്കെ ഇനി ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം വെക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട്? നല്ല ഭംഗിയിൽ നമ്മൾ ഫോണിൻ്റെ ഷീറ്റ് എടുത്ത് എന്താ വെച്ചാൽ കണ്ട, നമുക്ക് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഷൈനിങ് തോന്നുന്നില്ല. ഇതാണെങ്കിൽ നമുക്ക് സാധാ ഗ്ലാസ് ഷീറ്റും എടുക്കാം കേട്ടോ. ഞാൻ വീട്ടിലുണ്ടായിരുന്നു, അപ്പം അങ്ങനെ എടുത്തോന്നുള്ളൂ. ഇനി ഞാൻ അതിന് മാച്ചിങ് തന്നെ കമ്മൽ ഇയറിങ് സെറ്റ് ചെയ്യാണ്. അതേ ബാക്കിൽ ഒട്ടിക്കണതും അതിൻ്റെ റബ്ബറും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനും ജോഡിക്ക് 10 രൂപ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ നമ്മൾ എന്തായാലും കമൻറ്റ് വഴി അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.